അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫ്ലോറിഡയിൽ എത്തി. ഈ വർഷം ഇരു നേതാക്കളും തമ്മിലുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയും യുഎസിൽ നടക്കുന്ന 5ാമത്തെ കൂടിക്കാഴ്ചയുമാണിത്. ഗാസ പദ്ധതിയുടെ അടുത്ത ഘട്ടം ചർച്ച ചെയ്യുന്നതിനായാണ് ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തുന്നത്. ഗാസ വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടം സംബന്ധിച്ച നിർണായക ചർച്ചയ്ക്കാണ് അമേരിക്കയിലെ ഫ്ലോറിഡ വേദിയാകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയെ ആശ്രയിച്ചാകും ഗാസ വെടിനിർത്തലിന്റെ തുടർ നീക്കങ്ങൾ. കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫ്ലോറിഡയിലെത്തി. ഈ വർഷം ഇരു നേതാക്കളും തമ്മിലുള്ള 6ാമത്തെ കൂടിക്കാഴ്ചയും യുഎസിൽ നടക്കുന്ന 5ാമത്തെ കൂടിക്കാഴ്ചയുമാണിത്. ജനുവരിയിൽ 2ാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക. എന്നാൽ ആദ്യഘട്ടത്തിലെ ബന്ദി കൈമാറ്റം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഗാസയിൽ തടവിലാക്കപ്പെട്ട അവസാനത്തെ ബന്ദിയായ റാൻ ഗുലിയുടെ മൃതദേഹം ഹമാസ് ഭീകരർ തിരികെ നൽകാനുണ്ട്. ഗാസയിലെ വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടത്തിൽ ഇറാൻ, ലെബനൻ എന്നീ രാജ്യങ്ങളുമായുള്ള സംഘർഷങ്ങൾ തുടങ്ങിയ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാനാണ് നെതന്യാഹു ലീഗിലെത്തുന്നത്. വെടിനിർത്തലിന്റെ 2ാം ഘട്ടം പ്രകാരം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുമ്പോൾ നിരായുധീകരിക്കാനും ഭരണം ഉപേക്ഷിക്കാനും ഹമാസ് ഭീകരർ ബാധ്യസ്ഥരാണ്. ഫ്ലോറിഡയിലെ പാം ബീച്ചിലെ മാർ-എ-ലാഗോയിൽ അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 1 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം ഏകദേശം രാത്രി 10:30 ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയിൽ ഗാസയിലെ വിഷയങ്ങൾക്ക് പുറമെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ച കാര്യങ്ങളും ചർച്ചയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.